ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഒരു ടോപ്പ്, സാധാരണ ഒരു സ്ലിറ്റുള്ള ടോപ്പാണ് ഞാൻ അളവൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. എല്ലാ പോർഷനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ക്യാൻവാസ് ഫ്രണ്ട് നമ്മൾ കഴുത്ത് ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ അരികു മുഴുവനും അടക്കി അടിച്ച് എടുക്കാം. നമ്മൾ കഴുത്തടിക്കുകയാണ് ആദ്യം. അപ്പോൾ നമ്മൾ നല്ല ഭാഗവും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് നീങ്ങിപ്പോവും. ഇവിടുത്തെ സെൻറ്ററിൽ തന്നെ ഈ ഭാഗം വരണം. ഇനി നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ അരികു കൂടെ അടിച്ചു കൊടുക്കാം. കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ വെട്ടിയെടുക്കാം. ഇനി നമ്മളിവിടെ ഓരോ കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇതിൽ കൂടെ അടിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് മറിച്ച് പിടിക്കും. ഞാൻ മുകൾ ഭാഗം തന്നെ ഈ സ്റ്റിച്ച് ഇവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഭംഗി കൂടി കിട്ടും. അപ്പോൾ നമ്മളിവിടെ നല്ലോണം വലിച്ചു പിടിച്ച് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കഴുത്ത് നന്നായിട്ട് പിടിച്ച് വലിച്ച് അവിടെ കുത്തി നിർത്തുക. എന്നിട്ട് അത് പൊക്കിയെടുത്ത് വീണ്ടും ഈ ഭാഗം കൂടി നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഈ ക്യാൻവാസ് വെച്ചും നമ്മൾ തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി അതിൻ്റെ പിൻഭാഗം, ഇത് ലൈനിങ് വെക്കാതെയാണ് ഇത് തുന്നണത്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അധികം ഇത് അവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സെയിം നൂലാവുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ അതൊരു ഭംഗി കൂടി ഉണ്ടാവും. അപ്പോൾ അത് നമ്മളങ്ങനെ അടിച്ചു കൊടുക്കുക. അവിടെയും കൂടി അടിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് മുതൽ ഇതുവരെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ കഴുത്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പീസിൽ നമ്മൾ കഴുത്ത് വെച്ചെടുക്കുക. അത് നമ്മൾ ക്രോസ് പീസ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ക്രോസ് പീസ് ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ക്രോസ് പീസ് നമ്മളിതാ ഈ നല്ല വശത്ത് നമ്മൾ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ അടിച്ച് എടുക്കാം. ഇത് മുഴുവനും അങ്ങനെ അടിച്ചെടുക്കാം. എന്ന ഭാഗം നമ്മളിതൊന്നങ്ങോട്ട് വെട്ടി മാറ്റാം. ഷോൾഡർ ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ബാക്കിൽ നമ്മൾ ഇവിടെ മടക്കി അടിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അടിക്കാം. ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താലും മതി, മടക്കി വെച്ച് കൊടുത്തിട്ട് അടിച്ചാലും മതി. ഇങ്ങനെ നമുക്കിതിങ്ങനെ വെച്ചിട്ട് അടിക്കാം. എന്നിട്ടത് തിരിച്ച് വെച്ച് 2 സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കറക്റ്റായി ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ മറ്റേ ഷോൾഡറും നമുക്ക് അടിച്ചെടുക്കാം. ഈ കഴുത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം.
ഇങ്ങനെ കഴുത്ത് മുഴുവനും നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാം. ഈ ബാക്കിൽ ടക്കിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. അപ്പോൾ നമ്മൾ ബാക്കിൽ പലരും എന്നോട് പറയുന്നു ബാക്കിൽ ടക്കിട് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ തയ്ച്ചു കൊടുക്കുമ്പോഴൊക്കെ സ്റ്റിച്ച് അറിയുന്നവർക്കും കൂടി അതിൻ്റെ അളവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ അടിച്ചു വെച്ച ഷോൾഡറിൽ നിന്ന് ഒരു 10 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, 10 ഇഞ്ച്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, താഴത്തേക്ക് മാർക്ക് ചെയ്യുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക ആദ്യം 4 ഇഞ്ച്. എന്നിട്ട് അത് നമ്മൾ ഒരു 8 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഒരു ഇവിടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് പിടിച്ചിട്ട് നമ്മൾ ടക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ആ വരയുടെ മേലെ കൂടെയാണ് നമ്മൾ ടക്കിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ച് തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇനി അതുപോലെ ഈ ഭാഗം നമുക്ക് അടിച്ചെടുക്കാം. അടിഭാഗം മടക്കി അടിക്കുകയാണ്. നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ മാർക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര രീതിയിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഭംഗി നമ്മുടെ തുണിക്കനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. കൈയാണ് വയ്ക്കാൻ പോകുന്നത്. അത് കൈയുടെ കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കൈയുടെ ഭാഗം മടക്കി അടിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ വെച്ചിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. രണ്ട് കൈയുടെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചു. നമ്മൾ കയ്യിൽ ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം. ഇവിടെ നമ്മൾ കൈക്കുഴി വെട്ടിയതല്ലേ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. കൈ നമ്മൾ ഇതിൻ്റെ അടിഭാഗമാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്, അതുപോലെ മറ്റേ കൈയുടെ അങ്ങനെ തന്നെ വരുന്നത്. നമ്മൾ വെച്ച് ആദ്യം റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈക്കുഴി വെട്ടിയിട്ട് തെറ്റി വെച്ച് പോകും. അതിനൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ കൈക്കുഴി ഇവിടെ വെട്ടിയെടുത്തു. ഇവിടെയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഫ്രണ്ട് വരിക. അതുപോലെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. കൈ വയ്ക്കാൻ നമുക്ക് കൈ അടിയിൽ വെച്ച് ടോപ്പിൻ്റെ ഭാഗം മുകളിലേക്ക് വയ്ക്കാം. ഇത് ഫ്രണ്ട് പോർഷന് കൈക്കുഴി വെട്ടിയതാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ കൈയുടെ അവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തുന്നി തുടങ്ങും. ഇനി നമ്മൾ മറ്റേ ഭാഗം അടിക്കും. നമ്മൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കൈ വെച്ചത്. ഇനി മറ്റേ ഭാഗം അടിക്കണമെങ്കിൽ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കൈയുടെ ഭാഗം മുകളിൽ വരും. എന്നിട്ട് ആ തയ്യലിൻ്റെ അവിടെ വെച്ച് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് അടിച്ചെടുക്കാം.
ഇനി നമുക്ക് ഷേപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്ലിറ്റ് അടിക്കണം, ഇത് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് നമുക്ക് എല്ലാ അളവുകളും കൃത്യമാണോ എന്ന് നോക്കാം. നമ്മൾ ചെസ്റ്റ് അളവ് 10 എടുത്തത്, അപ്പോൾ അല്ല 20 വന്നു. അതുപോലെ ഷേപ്പ് 13 13 എത്രയാണ് ഷേപ്പ് ഇറക്കം വണ്ണം 9 9 18 കറക്റ്റായിട്ട് വന്നു. ഇതിൻ്റെ ഷേപ്പ് ഇറക്കം എന്നാണ് നമ്മൾ 13 എടുത്തത്, അതിൽ നിന്ന് നമ്മളിവിടെ 18 വണ്ണം എടുത്തു. അതുപോലെ സ്ലിറ്റ് ഇറക്കം 20 എടുത്തു, അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമുക്ക് അധികം കുറച്ചൊക്കെ അറിയുന്നതിനെ പോലെയുള്ളവർക്കൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അളവിന് തന്ന തുണി ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കും. നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ വെച്ച് നോക്കിയാൽ അത് അളവ് കൃത്യമായിരിക്കും, അവർ തന്ന അളവൊക്കെ കൃത്യമായിരിക്കും. ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗം ഇവിടെ നല്ലോണം അളവിന് തന്നത് നിവർത്തി നല്ല വലിച്ച് വെച്ച് പിടിക്കുക, ഷേപ്പ് പിടിക്കുക. അതുപോലെ ചെസ്റ്റ് ഇവിടെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ഇങ്ങനെ വെച്ച് അടിച്ചു കൊണ്ടുപോയാൽ അളവ് കൃത്യമായിരിക്കും. അല്ലെങ്കിൽ അടിച്ചു കൊണ്ടുപോയാൽ വീണ്ടും അത് ലൂസാണ് അല്ലെങ്കിൽ ടൈറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് വീണ്ടും അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഇതേപോലെ കൈ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കൈൻ്റെ ഈ വണ്ണം താഴ്ഭാഗത്തെ വണ്ണം കറക്റ്റാക്കി വയ്ക്കുക, അവിടെ കറക്റ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് ഇറക്കവും എല്ലാം പാകമായിരിക്കും. എന്നിട്ട് നമ്മളിവിടെ ഒരു വര കൊടുക്കുക, ഇവിടെ വരച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൽ കൂടെ വേഗം തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ മറ്റേ കൈ നമ്മളങ്ങനെ അപ്പോൾ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ നീങ്ങില്ല. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഇവിടുത്തെ കൈയിൻ്റെ ഇറക്കും നമുക്ക് നോക്കാം, അത് കറക്റ്റായിട്ട് വരയ്ക്കാം. കഴുത്തും എല്ലാം പാകമായിരിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ അടിച്ചെടുക്കുക. ഈ കൈയുടെ ഭാഗത്തുനിന്ന് ആം ഹോള് എല്ലാം ഇവിടെ വരെ ഈ സ്ലിറ്റ് വരെ അടിച്ച് നിർത്താം. ഇവിടെ നിന്ന് ഇതുവരെ അടിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ കൈ കറക്റ്റായിരിക്കും, ഈ കൈയിൻ്റെ ഭാഗം ഇവിടെ വെച്ച് നമ്മൾ ഈ തയ്യലും മുകളിലത്തെ തയ്യലും താഴത്തെ തയ്യലും ഒരുപോലെ വരണം. അല്ലാണ്ട് ഇത് മുകളിലേക്കും ഇത് താഴേക്കും വരരുത്, അങ്ങനെ വരില്ല. നമ്മൾ ആം ഹോൾ കറക്റ്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല. കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് വന്നു നമ്മുടെ അടിഭാഗം മോൾ ഭാഗം. ഇങ്ങനെ തയ്ച്ചു കൊടുന്നു. നമ്മളിവിടെ പിൻ ചെയ്ത് നിർത്തിയാൽ നല്ലതാണ്, അപ്പോൾ തുണി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. ഇനി നമ്മളിവിടെ സ്ലിറ്റ് വരച്ചില്ലേ, അവിടെ വരെ കൊണ്ടുവന്ന് കുത്തി നിർത്തും. എന്നിട്ട് തിരിച്ച് നമുക്ക് 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കണമല്ലോ. എന്നിട്ട് അവിടെ ബാക്ക് സ്റ്റിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ അടിച്ചെടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കം വരെ നമ്മൾ തയ്ച്ച് എടുത്തു. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഈ ഭാഗം ഇങ്ങനെ മടക്കി സ്ലിറ്റ് അടിക്കും. എളുപ്പമാണ് സ്ലിറ്റ് അടിക്കാൻ, ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ ബാക്കിലെ ഭാഗം മാറ്റി ഇങ്ങനെ കിട്ടും. കുത്തി നിർത്താം, സൂചി നമുക്ക് മടക്കി അടിക്കാം. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ അവിടെ നിന്ന് തയ്ച്ചു കൊണ്ടുവന്നു. ആ അടിയിൽ നിന്നാണ് നമ്മൾ
തയ്ച്ചിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇത് നമ്മളിവിടെ ആദ്യം നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഈ ഭാഗം ഫ്രണ്ട് ഒരു ഭാഗം നമ്മൾ തയ്ച്ച് അവിടെ വെച്ചു. എന്നിട്ട് താഴത്തുനിന്ന് വീണ്ടും നമ്മൾ അതേ അളവിൽ തന്നെ നമ്മൾ മടക്കി എടുത്തു. ഇവിടെ ജോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് തയ്ച്ച് നിർത്താം. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു അടി കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു അടി കൊടുക്കുക. സ്ലിറ്റ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് മറ്റേ ഭാഗം അടിക്കാം. അണ്ട ഇവിടെ ഈ അടിയും വന്നു, നമ്മൾ ഇവിടെ നിന്ന് അടിച്ച് സ്ലിറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി മറുഭാഗം കൂടി നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാം. നമ്മളെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഒന്ന് എല്ലാ ഭാഗവും സ്ലിറ്റിൻ്റെ ഭാഗം അടിഭാഗം നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി അത് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇങ്ങനെ ഈ അറ്റത്ത് കൂടി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും. സ്ലിറ്റിൻ്റെ ഈ ഭാഗത്ത് വന്ന് നിർത്തി അടിയിലേക്ക് കൊടുക്കും. അങ്ങനെ ഈ ഭാഗം താഴെ ഭാഗം നെക്സ്റ്റ് രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ ഭാഗം കൂടി നമുക്ക് ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. സാധാരണ ഒരു സിമ്പിൾ ടോപ്പാണ്. എളുപ്പമല്ലേ? സ്ലിറ്റും എല്ലാം വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലെ ടക്ക് കറക്റ്റായിരിക്കും. ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് അളവൊക്കെ എടുത്തിട്ട് തയ്ച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. അഡ്വൈസ് ഉണ്ടെങ്കിൽ അത് തരണം. ഞാൻ ഇതേ ഇങ്ങനെ നല്ലോണം പ്രൊഫഷണലായിട്ടുള്ള സ്റ്റിച്ചൊന്നും ചെയ്യുന്ന ആളല്ല. അപ്പോൾ അത് കാരണം എൻ്റെ രീതിയിൽ ഞാൻ തയ്ച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.